ഇവർ കണ്ടു ഗെയിം നൈറ്റ്, ഇവർ കണ്ടതോ ഡേറ്റ് നൈറ്റ്. ഈ ചങ്കുകൾ കണ്ടതോ അവനവൻ ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. ചെല്ലാനം കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷം, ജനം ദുരിതത്തിൽ. ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിൽ ജനത്തിന്റെ ദുരിതം മാറ്റമില്ലാതെ തുടരുകയാണ്. കടൽ അതിരൂക്ഷമായതോടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമായി തീരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയോടെ തുടങ്ങിയ കടൽ കയറ്റം വൈകിട്ട് വരെ നീണ്ടുനിന്നു. 500-ലേറെ വീടുകൾ വെള്ളത്തിലായ അവസ്ഥയാണ്. വീടുകളിലേക്ക് അടിച്ചു കയറിയ കടൽ വെള്ളത്തിൽ വീട്ടുപകരണങ്ങൾ പലതും ഒലിച്ചുപോയ സാഹചര്യമാണ്. ചെറിയകടവ്, ഡിവൈൻ ചാപ്പൽ, ഗ്യാപ്പ് റോഡ് എന്നിവിടങ്ങളിലും കടൽ ശക്തമാണ്. ചെറിയകടവ് ഡിവൈൻ ചാപ്പലിന് സമീപത്തെ 8 ഘട്ടത്തിൽ സോണിയുടെ വീടിന്റെ ഭിത്തി തകർന്ന നിലയിലാണ്. JCB ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക തടയണകൾ എല്ലാം കടലടിയിൽ തകർന്ന നിലയിലാണ്. താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രായോഗികമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. താൽക്കാലികമായി ജിയോ ബാഗ് സ്ഥാപിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. നാട്ടുകാർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറാകാത്തത് അധികൃതരെ വലയ്ക്കുന്നുണ്ട്. ക്യാമ്പിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകാറില്ലെന്നും ദിവസങ്ങൾ ക്യാമ്പിൽ കഴിഞ്ഞാൽ പിന്നീട് വീട് വാസയോഗ്യമല്ലാതായി തീരുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ചെറിയ കടവ് മേഖലയിൽ മാത്രം 100ഓളം വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമാണ്. കടൽ ഭിത്തികളെല്ലാം തകർന്ന നിലയിലാണ്. വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയതോടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ച നിലയിലാണ്. കണ്ണമാലി, ചെറിയ കടവ്, കാട്ടിപ്പറമ്പ്, കൈതവേലി, മാലാശ്ശേരി എന്നിവിടങ്ങളാണ് കടൽക്കയറ്റം അതിരൂക്ഷമായി തീർന്നിരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം റോഡ് വരെ വെള്ളം അടിച്ചു കയറിയ നിലയിലാണ്. ഇതുമൂലം ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. 4 ചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ നിലച്ച സാഹചര്യമാണ് ഉള്ളത്. അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്. ഇന്ന് പണി തുടങ്ങാമായിരുന്നു. അപ്പൊ ഇന്നിപ്പോ കോൺട്രാക്ട് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ വെള്ളം കയറുന്ന സമയത്ത് ഈ ഇതായിട്ട് JCB അങ്ങോട്ട് ചെല്ലാൻ പറ്റണില്ല, ചെല്ലാൻ പറ്റില്ല. സാറേ, ഈ എല്ലാ വർഷവും മെയ് പകുതിയോടെ കടൽ കയറുന്ന ഒരു സ്ഥലമാണിത്, തീരപ്രദേശം. ഇതിനു മുന്നേ ഇതെല്ലാം അറേഞ്ച് ചെയ്യാമായിരുന്നല്ലോ. ഇത് ആദ്യം വരുന്ന ഒരു പ്രതിഭാസമല്ലല്ലോ സാറേ. ഇത് ആദ്യം വരുന്നല്ലോ. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ചെല്ലാനം പഞ്ചായത്ത് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ചെല്ലാനത്തിൻ്റെ ഒരു പകുതി ഭാഗം ആൾക്കാർക്ക് ഇപ്പോൾ പ്രശ്നമില്ല. കണ്ണമാലി മുതൽ അങ്ങോട്ട് കാട്ടിപ്പറമ്പ്, ചെറുകിടവ് എല്ലാം തകർന്നുകൊണ്ടിരിക്കുക. സാറിന് ഇപ്പം നേരെ നോക്കിയാൽ കാണാവുന്ന ഒരു പ്രശ്നം കൂടിയാണ്. പക്ഷേ ഇത് നേരത്തെ എന്തുകൊണ്ട് ചെയ്തില്ല? ഇറിഗേഷൻ വിഭാഗം എന്തുകൊണ്ട് അനങ്ങിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇനിയിപ്പോൾ വന്നു കഴിയുമ്പോൾ ജിയോ ബാഗോട്ട് വന്നു കഴിയുമ്പോൾ കടപ്പുറത്ത് മണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുവരും സാറേ. ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ പ്രശ്നം ഉണ്ടാവും സാറേ. എല്ലാ ഡിസംബറിൽ ഞാൻ ആലോചിച്ചില്ല പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത വീട്ടുകാരിക്കും ഒരു വീട്ടുകാർ ബാത്റൂമിൽ പോകാൻ പറ്റില്ല. ഇതിന്റെ പടിഞ്ഞാറ് ഏരിയ മുഴുവൻ നശിഞ്ഞു കിടക്കുകയാണ് ശരിക്കും. പക്ഷേ അല്ല, അവിടെ നിന്ന് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ. അവിടെ നിന്ന് പറയാൻ പറ്റില്ല, ആ ഏരിയ മൊത്തം ഭക്ഷണം വെക്കാൻ പറ്റില്ല, ബാത്റൂമിൽ പോകാൻ പറ്റില്ല, ഗർഭിണികൾ. ഇതിപ്പോ നേരത്തെ ഞങ്ങൾ ചെയ്ത സമരത്തിന് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു നുണയായിട്ട് മാറരുത്. ന്യൂസ് ബ്യൂറോ, കണ്ണമാലി.